ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വന്ന ട്രേഡ് സെറ്റപ്പാണ് ജസ്റ്റ് അനലൈസ് ചെയ്യുന്നത്. അത് നിഫ്റ്റിയിൽ നോക്കുന്നതാണെങ്കിൽ ഏകദേശം 183 പോയിൻ്റാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ ബേസിലാണ് മാർക്കറ്റിൽ ട്രേഡ് വന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വന്നത് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു സെല്ലിങ് പ്ലസ് ഒരു ബൈയിങ്, രണ്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നോക്കുന്നതാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഇന്ന് ഓപ്പൺ ചെയ്തതിൻ്റെ സ്വിംഗ് ലോയും അതുപോലെ സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റും ആയിരുന്നു. അല്ലെങ്കിൽ ഡേ ക്യാൻഡിൽ ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹൈനെ കട്ട് ചെയ്തുകൊണ്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്തത് വരുന്ന ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ചെയ്ത സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. അപ്പോൾ അടുത്ത ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരേണ്ടത് ഈ ഒരു ഹൈനെ കട്ട് ചെയ്തിട്ട് വേണം മാർക്കറ്റിൽ അടുത്തൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇതാണ് അടുത്ത ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരേണ്ടത്. അപ്പോൾ മാർക്കറ്റ് ഏകദേശം ഓപ്പൺ ചെയ്തു, ഹൈയിലോട്ട് പോയി, അതിനുശേഷം റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ ചെറിയൊരു പുട്ട് സൈഡിലോട്ടുള്ളൊരു ഡയറക്ഷണൽ ട്രേഡ് ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ഓൾറെഡി മാർക്കറ്റ് നല്ല നെഗറ്റീവായിരുന്നു. 24,700 അത്യാവശ്യം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പോയിൻ്റായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നേരെ ഡൗൺ സൈഡിലോട്ട് ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡൊക്കെ, ഈ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്കാൽപ്പിംഗ് ട്രേഡൊക്കെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മൊമെൻറ്റത്തിൽ തന്നെ ഏകദേശം ഒരു 10 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ്, ഒരു 30 പോയിൻറ്റ് 40 പോയിൻ്റൊക്കെ മൊമെൻറ്റം കിട്ടുന്ന രീതിയിലുള്ള ട്രേഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വന്ന ട്രേഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ബൈയിങ് നടന്നു, ഈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ട്രെൻഡ് ഈ ഫേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് തന്നെ പോകുമോ എന്നുള്ളത് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണമായിരുന്നു, ഈ ഒരു ലോ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്തൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് നല്ല ഡൗൺ സൈഡിലോട്ടുള്ള നല്ലൊരു ട്രേഡ് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് മാർക്കറ്റ് മൂവ്മെൻറ്റ് വന്നത് അങ്ങനെയല്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, ആദ്യം ഒരു ബ്രേക്ക് ഔട്ട് വന്നു, ഇതിന് 2 മിനിറ്റിൽ ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ സപ്പോർട്ട് എടുത്ത് മൾട്ടിപ്പിൾ സപ്പോർട്ട് 1, 2, 3, 4 തവണ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ ബ്രേക്ക് ഔട്ട് ചെയ്തത്. ഇനി ഇതേ ട്രേഡ് തന്നെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് അല്ല പ്രൈസ് ആക്ഷൻ ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത്, ഈ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുക. ഫസ്റ്റ് ഈ ക്യാൻഡിൽ ക്ലോസിൽ എന്ത് ചെയ്യും, ട്രേഡിൽ എൻട്രി ഇടും. ഓക്കെ, ബ്രേക്ക് ഔട്ടിൽ എൻട്രി ഇടുന്ന ആൾക്കുണ്ട്, ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് റിട്ടെസ്റ്റ് ചെയ്തതിന് ശേഷം എൻട്രി ഇടുന്ന ആൾക്കാരുണ്ട്. സ്റ്റോപ്പ് ലോസ് ലാസ്റ്റ് സ്വിംഗ് ലോന് താഴെയായിട്ട് കൊടുക്കും. ടാർഗറ്റ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ക്രിയേറ്റ് ചെയ്ത ഗ്യാപ്പ് അതിൻ്റെ 50% ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ്. അത് ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും ആ സ്വിംഗ് ഹൈ ആയിരിക്കും. കാരണം ഒരുപക്ഷെ എന്തെങ്കിലും ഇവിടെ വന്ന് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ട് വേണമെങ്കിൽ ഫെയിലായിട്ട് താഴോട്ട് വീഴാം, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് ഈ 50%, തേർഡ് ടാർഗറ്റ് വരുന്നത് ഈ ഒരു ക്ലോസിങ്ങുമാണ് ടാർഗറ്റ് വരിക, ഈ ഒരു ക്ലോസിങ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇന്നലത്തെ ഗ്യാപ്പൊക്കെ അപ്പോൾ സ്റ്റോക്കൊക്കെ ഏകദേശം റിട്രേസ്മെൻറ്റ് എടുത്തിട്ട് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യും ഈ രീതിയിൽ. അപ്പോൾ മാർക്കറ്റ് ഇതേ ട്രേഡ് തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ബേസ് ചെയ്ത് അല്ലെങ്കിൽ SMC കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നേരെ 5 മിനിറ്റോ 3 മിനിറ്റിലോട്ടോ ഷിഫ്റ്റ് ചെയ്തിട്ട് അവർ ഓർഡർ ബ്ലോക്കാണ് ആദ്യം കണ്ടുപിടിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഓർഡർ ബ്ലോക്ക്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരേ ഡയറക്ഷനിലോട്ട് നല്ല സെല്ലിങ് നടന്ന ക്യാൻഡിൽസും ഇല്ല, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഏത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ 2 മിനിറ്റിൽ പ്രോപ്പറായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് നൽകി. അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്ത പാടെ അവർ എൻട്രി ഇടില്ല. ബ്രേക്ക് ഔട്ട് നൽകിയിട്ട് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത് റിജക്ഷൻ ക്യാൻഡിലിന് ശേഷമാണ് ഇവർ എൻട്രി ഇടുക. അത് മിക്കവാറും ഇപ്പോൾ നമ്മുടെ പ്രൈസ് ആക്ഷൻ്റെ ട്രേഡ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവരുടെ എൻട്രി സെറ്റപ്പ് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിന് ശേഷം അവർ എൻട്രി ഇടും. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ഈ ഓർഡർ ബ്ലോക്കിന് താഴെയായിട്ട് വെക്കും. ഓക്കെ, അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം കോൺസെപ്റ്റിൽ തന്നെ ടാർഗറ്റ് വെക്കും. ഇങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ് ഈ സ്വിംഗ് ഹൈ, പക്ഷെ അത് ചെറിയ മൂവ്മെൻറ്റേ ഉള്ളൂ. പക്ഷേ അവിടെ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യാം. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് എന്ന് പറയുന്നത് 24,772. തേർഡ് ടാർഗറ്റ് ഈ ക്ലോസിംഗ് എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, ഇനി ഈ ഫുൾ ടാർഗറ്റ് എടുക്കണം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ എൻട്രി പോയിന്റ് തന്നെ ഈ 1:2 ഒക്കെ മൂവ്മെൻറ്റ്, 1:1, 1:2 ഒക്കെ മൂവ്മെൻറ്റ് നമ്മുടെ
ഓപ്ഷനിൽ, അതായത് ഇൻഡെക്സിൽ ഇത്ര മൂവ്മെൻറ്റ് വരുമ്പോൾ ഓപ്ഷൻസിൽ ഏകദേശം 1:4 5 നല്ല രീതിയിലുള്ള റിസ്ക് റിവാർഡ് കിട്ടും. ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിൽ, സെല്ലേഴ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് കിട്ടും, പ്രോപ്പറായിട്ടുള്ള എൻട്രി ആണെങ്കിൽ. സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് കിട്ടാണ്ട് നിൽക്കുക. ഓക്കെ, ഇനി ഇതേ ട്രേഡ് തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്താവും, ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ആയിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് റിജക്ഷൻ ക്യാൻഡിൽ എൻട്രി ഇടും. രണ്ടും സെയിം കോൺസെപ്റ്റ് തന്നെ. ഇപ്പോൾ ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് മുന്നേ ഉള്ള ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ BB എന്ന് മാർക്ക് ചെയ്താൽ, ഓക്കെ, ബ്രേക്കർ ബ്ലോക്ക് മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ട്രേഡ് എടുത്തു, അത് രണ്ടാമത്തെ സെറ്റപ്പ്. ഇനി മൂന്നാമത്തെ സെറ്റപ്പ് ഉണ്ട്, അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഔട്ട് ട്രേഡുകൾ എടുക്കുന്നതാണ്. രാവിലത്തെ ഹൈ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, ട്രേഡ് എൻട്രി ചെയ്യും. അത് ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എൻട്രി ഇട്ടിട്ട് സ്വിംഗ് ലോന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം റിട്രസ്മെൻ്റ് എടുത്ത് റിജക്ഷൻ ക്യാൻഡിലിന് ശേഷം എൻട്രി ഇട്ടിട്ട് ആ ലോന് താഴെ, ആ ക്യാൻഡിൽ ലോന് താഴെ വെച്ച് സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരേ ഡയറക്ഷനിലോട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് സ്ട്രക്ചറിനെ മനസ്സിലാക്കിയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ട്രേഡാണ്. ഇനി ഇതേ ട്രേഡ് തന്നെ നമുക്ക് വേണം എങ്ങനെയും പ്ലേസ് ചെയ്യാം, ഒരു മൂവിങ് ആവറേജ്, മൂവിങ് ആവറേജ് യൂസ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ഈ മൂവിങ് ആവറേജിന് ശേഷം മാർക്കറ്റ് ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ഔട്ട് ട്രേഡിൽ എൻട്രി ഇട്ടിട്ട് സ്വിംഗ് ലോന് താഴെ, ഈ മൂവിങ് ആവറേജിന് സ്വിംഗ് ലോന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും എല്ലാ ട്രേഡിംഗ് സെറ്റപ്പും ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓക്കെ ടെക്നിക്കൽ അനാലിസിസ് ഫുള്ള് എന്താണ് മാർക്കറ്റിനെ ഫുള്ള് മനസ്സിലാക്കുക, അങ്ങനെയല്ല. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്സ് ആണ്. നല്ലൊരു എൻട്രി പ്രൈസ്, അതുപോലെ പ്രോപ്പറായിട്ട് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം, ഇതെത്ര റിസ്ക് റിവാർഡ് നല്ല രീതിയിൽ കിട്ടും, ഇത് കണ്ടുപിടിക്കുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കോൺസെപ്റ്റും ചിലപ്പോൾ ഒരൊറ്റ ദിവസം വർക്കാവും. ചില സമയങ്ങളിൽ ഇപ്പോൾ ലിക്വിഡിറ്റി ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത ബ്രേക്ക് ഔട്ട് ട്രേഡിന് ഇതുപോലെ ഫെയിലായിട്ട് താഴോട്ട് വരും. അപ്പോൾ ലിക്വിഡിറ്റി ബേസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും അവിടെ സക്സസ് ആവും. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ എല്ലാ സെറ്റപ്പും ഒരേ ദിവസം ചില ദിവസങ്ങളിൽ വർക്കാവും, എന്നാൽ ചില ദിവസങ്ങൾ ഓപ്പോസിറ്റ് ആയിരിക്കും വർക്കാകുക. ഓക്കെ, അപ്പം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും ഇതിനെ റീബ്രാൻഡിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എല്ലാവരും സപ്പോർട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരും അവിടെ പഠിക്കാൻ വേണ്ടി പോവില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവർ അതിനെ റീബ്രാൻഡ് ചെയ്തിട്ട് പുതിയ ടേംസും കാര്യങ്ങളും ആക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി നിങ്ങളിപ്പോൾ ഒരു ICT ട്രേഡിംഗ് മാത്രം പഠിച്ച ഒരാളുടെ അടുത്ത് പോയിട്ട് പ്രൈസ് ആക്ഷനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിലധികം സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്ന് പറയുന്നത് അവർ ICT മാത്രമേ പഠിച്ചുള്ളൂ. ഈ പ്രൈസ് ആക്ഷൻ എന്താണ്, ഇതിലെങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ളത് പഠിച്ചില്ല. പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ട് പ്രോഫിറ്റബിളായ ഒരു ട്രേഡറുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ ട്രേഡർ പറയും ഓക്കെ ഇതും ചെയ്യാം. കാരണം എല്ലാ കോൺസെപ്റ്റും ഒന്ന് തന്നെയാണ്, ഇത് വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൽ കൺഫർമേഷൻ എടുക്കാൻ പറ്റിയത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ രാവിലെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യത്തെ സപ്ലൈ ക്യാനിൽ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു, അവിടുന്ന് റിജക്ഷൻ വന്ന് എന്ത് ചെയ്തു, ഇവിടെ നേരെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. അതിനുശേഷം മാർക്കറ്റ് റിട്രസ്റ്റ് എടുത്ത് റിജക്ഷൻ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ട്രെയിൽ എൻട്രി ചെയ്യുക. ഓക്കെ, ടാർഗറ്റ് വരെ ഏകദേശം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെ 1:3 എന്നുള്ള റിസ്ക് റിവാർഡിലാണ് കൊടുക്കുക. ഇവിടെ ഇനിയിപ്പോൾ ഓപ്ഷണൽ ട്രേഡ് എടുക്കുമ്പോൾ ഈ ടാർഗറ്റ് വരെ ആരും ഹോൾഡ് ചെയ്യില്ല. കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും, ഇത്രയും വലിയ സ്പൈക്ക്, ഇത്രയും വലിയ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ട്രേഡ് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് റിട്രേസ്മെൻറ്റിലാണ് അടുത്ത ട്രേഡിൽ എൻട്രി നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൂടുതലും ഇതുപോലുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് സെക്കൻഡ് എൻട്രി എന്നുള്ള രീതിയിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് ഇതിനെ ബ്രേക്കർ ബ്ലോക്ക് ആക്കി ആക്ട് ചെയ്തു. അതായത് ഈ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ആ മാർക്കറ്റ് വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്പ് സൈഡിലോട്ടുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഇതാ ഇങ്ങനെ അതിൽ 2 ടാർഗറ്റ്, ഇതാ ഈ 2 ടാർഗറ്റാണ് വരിക. ഓക്കെ, അതിനുശേഷം
ഓക്കെ, ഇതേ കോൺസെപ്റ്റ് ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്നുള്ള അതേ കോൺസെപ്റ്റ് മുന്നേ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അത് ഫെയിലായതിനു ശേഷം ബ്രേക്കർ ബ്ലോക്കായി. കോൺസെപ്റ്റുകൾ സെയിം തന്നെ. അപ്പോൾ മാർക്കറ്റ് ഇത്രയും വലിയ സെല്ലിങ് നടന്ന് റിട്രേസ്മെൻറ്റ് എടുക്കും എന്നുള്ള വ്യൂ ആണെങ്കിൽ നിഫ്റ്റി നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിഫ്റ്റി എന്നാലും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഇവിടെ നിന്നൊരു ഹൈ വരെയുള്ളൊരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ, പക്ഷെ ഞാനിന്ന് എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ട് സെല്ലിങ് നടക്കുന്നതാണ്. ഇവിടുത്തെ വരെ മാർക്കറ്റ് സാധ്യത ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഏകദേശം ഈ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുത്തിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുത്തിട്ട് ഏകദേശം ഒരു 1:1, 1:2 എന്നുള്ള റേഷ്യോയിൽ അത് കട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്.